ലേഡീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ചക്ക വറ്റൽ. എങ്ങനെയാണ് ചക്ക വറ്റൽ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ചക്ക വറക്കുമ്പോൾ അന്നേരം നല്ല കരിമുരാനിരിക്കും, പിന്നെ അതങ്ങ് തണുത്തു പോകും. അപ്പോൾ എങ്ങനെയാണ് ചക്ക വറക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്ത് വേണമെന്ന് അറിയാമോ? എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ? ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ചക്ക ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് വെള്ളം ആവശ്യത്തിനുള്ള എണ്ണ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചക്ക ഫ്രൈ. അപ്പം നമുക്ക് ചക്ക വറ്റൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചക്ക നമ്മൾ വെട്ടി മുറിച്ചതിന് ശേഷം അതിനെ ഓരോ ചുളയായിട്ട് എടുത്തിട്ട് അതിൻ്റെ ചവണിയെല്ലാം കളഞ്ഞിട്ട് എന്ത് വേണമെന്ന് അറിയാമോ? അതിനെ രണ്ട് സൈഡും കനമുള്ള ഭാഗം രണ്ടും മുറിച്ച് മാറ്റണം. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് കുരു മാറ്റി അതിനെ ചെറുതായിട്ട് കനം കുറച്ച് അരിയണം. എല്ലാം ഒരേ വലിപ്പത്തിൽ അരിയണം. പല വലിപ്പത്തിൽ അരിഞ്ഞാൽ പല വേവായിപ്പോൾ. കനം കുറഞ്ഞ ചുളയാണ് വറക്കാൻ നല്ലത്. എല്ലാം ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മുടെ അയ്യത്ത് പിടിക്കുന്ന ചക്ക എല്ലാം തമിഴന്മാർ കൊണ്ടുപോവുകയാണ്. നമുക്ക് 5-10 രൂപ തരും. എന്നിട്ട് അവരത് വറുത്ത് പാക്കറ്റിനകത്താക്കി ഓരോ കൊച്ചു കവർ കൊണ്ടുവന്ന് കേരളത്തിലോട്ട് വയ്ക്കുമ്പോൾ നമ്മളത് 50-60 രൂപയ്ക്ക് വാങ്ങിച്ച് നല്ല ഉഷാറായിട്ട് കഴിക്കും. നമുക്കിതിനൊന്നും മെനക്കെടാൻ നേരമൊന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്യണമെന്ന്. ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് ആദ്യം വയ്ക്കണം. എണ്ണ ഒഴിക്കാം. ചക്ക എല്ലാം ഒരേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ലെവലിൽ തന്നെ അരിയണം. പല ടൈപ്പായി പോയാൽ പല വേവായിപ്പോവും. 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. ചീനച്ചട്ടി അടപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു. നല്ലതുപോലെ ചൂടായതിന് ശേഷം ചക്ക അതിനകത്തോട്ട് വാരിയിടാം. നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ ചക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല, അത് കുഴഞ്ഞു പോകും ചക്ക. അത് സ്വല്പം ആയതിനു ശേഷം നമുക്ക് തിരിച്ചിടാം. തീ കൂട്ടിയും കുറച്ചും വേണം ചെയ്യാൻ. നമ്മൾ ശർക്കര പുരട്ടിക്ക് നമ്മൾ ഏത്തയ്ക്ക വറുത്തില്ലേ, അതേപോലെ ചെയ്യണം. തീ കൂട്ടിയും കുറച്ചും കൺട്രോൾ ചെയ്ത് വേണം ഇത് വറുത്തെടുക്കാൻ. അകം വെന്തില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോകും. ശർക്കര പുരട്ടി ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ഇട്ടിരിക്കാം, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. എല്ലാവർക്കും ഒരു പരാതിയാണ് ചക്ക ഫ്രൈ ആക്കുമ്പോൾ അത് പെട്ടെന്ന് തണുത്ത് പോകുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയൊരു പാക്കറ്റിന് പോലും നമ്മൾ 40-50 രൂപയൊക്കെ കൊടുക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണ്. അത് തിരിച്ചിട്ട് കൊടുക്കാം. ഉപ്പ് നല്ലതുപോലെ കലക്കി വയ്ക്കണം. ചക്ക ഒരു പകുതി കൂടുതൽ വേവാകുമ്പോൾ ചെറുതായിട്ടൊരു കിലുകില് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് അതിനകത്തോട്ട് തളിച്ചു കൊടുക്കണം. ഉപ്പ് തളിച്ചു കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് അങ്ങ് തളിച്ചാൽ മതി. അത് ഇളക്കി കൊടുക്കണം. തീ മീഡിയത്തിലിട്ട് വയ്ക്കാം. മഞ്ഞപ്പൊടി വേണമെന്നുള്ളവർക്ക് ഈ സമയം തന്നെ ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല മഞ്ഞ കളർ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ചക്ക ആദ്യം എണ്ണയിൽ ഇടുമ്പോൾ തീ കൂടി തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് തന്നെ വറുത്തെടുക്കണം. നല്ല കിലുകിലാന്നൊരു പരുവാവും ഇത്. ഫ്രൈ ആയോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഒരെണ്ണം നമ്മളെടുത്ത് നോക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേവിക്കാം. നല്ല പരുവായിട്ടുണ്ട്. നമ്മൾ ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോരിയെടുക്കാം.
എല്ലാം നല്ല കിലുകിലാന്നിരിക്കണം. എണ്ണ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് അടുത്ത ഇട്ട് കൊടുക്കാം. എല്ലാം അതേപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാം. ചക്ക വറുത്തത് തണുത്തതിന് ശേഷം ഒരു പോളിത്തീൻ കവറിനകത്ത് ഇട്ടിട്ട് എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നാൽ കുറേ നാൾ കേടാകാതെ ഇരിക്കും. അപ്പം നല്ല കരിമുരാന്നുള്ള ചക്കവറ്റ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉള്ള സീസണാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും ചക്കവറ്റലൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്തിടുക. നന്ദി, നമസ്കാരം.